മനുഷ്യ ഇന്ന് ഓഫീസിലേക്ക് ഞാൻ വരുന്ന വഴി അതുവഴിയാണ്, അതായത് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ട് വഴിയാണ് വന്നത്. ഉം. അവിടെ നിറഞ്ഞുകൂടിയ ആളുകൾ, അതായത് ആ ഒരു വരി അങ്ങ് ഉം. നീണ്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പരമാവധി ശ്രമിച്ച് അവരെയൊക്കെ ഉം. ഒരുവിധം ആ, അടക്കി നിർത്തുന്ന ഒരു രീതി. എല്ലാവരും, അതായത് ആ ഒരു വരി കണ്ടാൽ അറിയാം പ്രായമായവരാണ് ഏറെ, ഉം. തലനിറച്ചവർ, കുട്ടികളും ഉണ്ട് അതിനകത്ത്. അങ്ങനെ പല പ്രായ ആ, ആ, ത്തിലുള്ള ആളുകളാണ് ആ ക്യൂവിൽ നിൽക്കുന്നത്. എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമുള്ള VSനെ അവസാനമെന്ന് കാണുക. ഉം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് AKG സെന്ററിന് മുമ്പിൽ തടിച്ചു കൂടിയത്. ഒരു ഒന്ന് ആലോചിച്ച് നോക്കുക, 102 വയസ്സായ ഒരു വയോധികനാണ് മരിച്ചത്. ഉം. ആ, പക്ഷേ ആ ഒരു ആളുകളുടെ ഒരു കൂട്ടം കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം എല്ലാവർക്കും ആരായിരുന്നു VS. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായിരുന്നു ആ ജനത്തിരക്ക്, അല്ലെങ്കിൽ ആ ഒരു ക്രൗഡ് പുള്ളർ എന്ന് തന്നെ പറയണം ഉം. അക്ഷരാർത്ഥത്തിൽ. VS വിട്ടു പോകുമ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ, നമുക്കറിയാം, കണ്ണ് കലങ്ങി നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെയും കാണുകയുണ്ടായി. അത്തരത്തിൽ ഒരുപാട് പേർക്ക് നല്ല ഓർമ്മകളാണ് VS സമ്മാനിച്ചു മടങ്ങുന്നത്. തീർച്ചയായിട്ടും വി എസ് അച്യുതാനന്ദനെ കുറിച്ച് വൈകാരികമായി തന്നെയാണ് ആളുകൾ കാണുന്നത്. ഞാനൊന്ന് ലൈവ് ടെലികാസ്റ്റിലുള്ള എല്ലാ വിഷ്വൽസും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലയിടങ്ങളിൽ നിന്നും, അത് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വി എസ് മരിച്ചതെറിഞ്ഞ് ദർബാർ ഹാളിലെ അല്ലെങ്കിൽ AKG സെൻറ്ററിലേക്ക് അദ്ദേഹത്തിനെ കാണാൻ ഓടിയെത്തുന്ന ഒരുപാട് ആളുകളെ കണ്ടു. അവരൊക്കെ പറയുന്നത്, ഞങ്ങളുടെ നേതാവല്ലേ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആളല്ലേ, കേരളത്തിലെ മികച്ച മുഖ്യമന്ത്രി ആയിരുന്നില്ലേ, ഞങ്ങളെക്കുറിച്ച് സംസാരിച്ച ആളല്ലേ എന്ന് പറഞ്ഞ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തെ കാണാൻ, അവസാനമായി ഒന്ന് കാണാൻ വരുന്നൊരു കാഴ്ച, അത് സത്യത്തിൽ അതിവൈകാരികമായി മാത്രമേ നമുക്ക് കണ്ണ് നിറഞ്ഞു മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. വി എസ് അച്യുതാനന്ദൻ ഒരു ഒരു യുഗമാണ്, ഒരു പാഠപുസ്തകമാണ്. കേരളത്തിൽ നിലവിൽ ഉള്ള CPM-ന്റെ ഏറ്റവും വലിയ വിമർശകനായേനെ അദ്ദേഹം. അദ്ദേഹത്തെ നമുക്കറിയാം, അദ്ദേഹത്തെ പക്ഷാഘാതം ബാധിക്കുന്നു. അദ്ദേഹം തീർത്തും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥകളിലേക്ക് കടന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് CPM-ന്റെ ഏറ്റവും വലിയ കടുത്ത വിമർശകനായി തന്നെ ഉണ്ടാവേണ്ടിയിരുന്ന, അല്ലെങ്കിൽ എല്ലാ കാലത്തെയും പോലെ വലിയ പ്രതിപക്ഷമാകേണ്ടിയിരുന്ന ഒരാളാണ്. അകാല ചരമമല്ല, വാർദ്ധക്യം വന്ന് തന്നെ മരണത്തെ പോലും തോൽപ്പിച്ച് ഏറ്റവും ഒടുക്കം മരണം, എന്താ പറയുക, മരണത്തെ പുൽകുന്ന ഒരു നേതാവിനെയാണ് കണ്ടത്. അത് VS സമ്മതിച്ചുകൊണ്ട് മാത്രം എങ്കിൽ പോയേക്കാം എന്ന് VS പറഞ്ഞത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മരണം പോലും കേട്ടതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയധികം പറയാനുണ്ട് സഖാവിനെ കുറിച്ച്. സഖാവ് എന്ന ആളുകൾ തികച്ചു വിളിച്ചൊരു നേതാവ് എന്നുള്ളതാണ്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 150 ദിവസത്തിലപ്പുറമായി ആശാ വർക്കർമാർ സമരത്തിലുണ്ട്. VS ഉണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ പെമ്പിള ഒരുമ എന്ന് പറയുന്ന ഒരു സമരക്കൂട്ടം, അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും VS അച്യുതാനന്ദൻ ആ സ്ത്രീകളെ കാണാൻ ചെല്ലുന്ന ഒരു അവസ്ഥയുണ്ട്. അവരെ ചേർത്ത് നിർത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞ VS അച്യുതാനന്ദൻ ഇപ്പോൾ ഇടമലയാർ കേസിൽ, അല്ലെങ്കിൽ ഐസ്ക്രീം പാർലർ കേസിൽ, ലാവ്ലിൻ കേസിൽ, എന്താ പറയുക, മൂന്നാറിലെ അനധികൃത കയ്യേറ്റ കേസിൽ, ഈ മറ്റേ വിഴിഞ്ഞത്തടക്കമുള്ള പ്രദേശങ്ങളിൽ കടൽ കയറുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾ രാഷ്ട്രീയ നേതാക്കളെ അടുപ്പിക്കാതെ വന്ന സമയത്ത് VS ചെല്ലുമ്പോൾ VSന്റെ അടുത്ത് VS ആണെങ്കിൽ മാത്രം കയറ്റിവിടുന്ന ഒരു സിറ്റുവേഷൻ. അതായത് എങ്ങനെയാണോ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ ഇത്രയും അധികം സ്വീകാര്യനായ ഒരാളുണ്ടോ എന്നതാണ് എനിക്ക് സംശയമുള്ളത്. പിണറായി വിജയനൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു നേതാവായിരുന്നു. VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, അദ്ദേഹത്തിനുള്ള സാമ്പത്തിക പോളിസികളോടൊക്കെ എനിക്ക് വ്യക്തിപരമായ വിയോജിപ്പുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ചിലതോടുമൊക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി എങ്ങനെയായിരിക്കണം ഒരു നേതാവ്. അദ്ദേഹത്തിനെ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് അദ്ദേഹം. അതായത് അന്ന് CPM ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം കൂടിയാണ് പോകുന്നത്. അതായത് ഒരു യുഗത്തിൻ്റെ അവസാനമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടി നോക്കുമ്പോഴാണെങ്കിലും പിന്നീടുണ്ടായ പാർട്ടിക്ക് അതീതമായി ചില ആളുകളെ വളരുകയുള്ളൂ ശരത്. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ നിൽക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആയിക്കൊള്ളട്ടെ, അന്നത്തെ പിണറായി വിജയൻ ആയിക്കൊള്ളട്ടെ, എല്ലാവരും ആയിക്കൊള്ളട്ടെ ഒക്കെ പറഞ്ഞപ്പോഴും VS ഒരു പാർട്ടിയായി തന്നെ മാറുന്ന ഒരു കാര്യം. അത് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കണ്ടത് അത് എത്രമാത്രം ശരിയാണെന്ന് തോന്നുന്നത്. അതായത് തങ്ങൾക്ക്, അതായത് പാർട്ടിക്ക് മുകളിൽ വളർന്നാൽ, അല്ലെങ്കിൽ എല്ലാവരും തുല്യത, എല്ലാവരും സമമാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരാൾ വളരുകയാണെങ്കിൽ അവന്റെ തലവെട്ടുക എന്നുള്ള രീതിയാണ് കൈക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അതായത് തമാശ രൂപേണ പറയുമെങ്കിൽ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമ്മൾ പിന്നെ മനസ്സിലാക്കിയതാണ്. അതായത് VS പടർന്ന് പന്തലിച്ച സമയത്താണ് കടവെട്ടി താഴെ ഇറക്കാൻ നമ്മൾ പാർട്ടി പ്രവർത്തകർ നിന്നെന്ന് ഓർക്കണം. അതായത് നേരത്തെ പറയുന്നത് തെറ്റ് ചെയ്തവരാണെങ്കിൽ VSന്റെ നേർക്ക് നിന്ന് നോക്കാൻ പോലും
പേടിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ശ്വാസം പോലും ഭയന്നവരുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ എണീറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ലായിരുന്നു. എന്നാൽ പോലും നേരിട്ടൊന്ന് കാണാൻ പേടിച്ചവരുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന നേതാക്കളെല്ലാം നമുക്ക് കണ്ടാണ് VS ആ സമയത്ത് അവസാന സമയത്ത് പോലും ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ പോയത് അവസാന സമയത്താണ് കാണാൻ പോയത്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരിട്ട് എല്ലാ കാലത്തും കളങ്കിത കൈകൾക്ക് വെട്ടി മാറ്റാൻ എന്നും VS ശ്രമിച്ചിരുന്നു. അത് സ്വന്തം പാർട്ടിയായാലും സ്വന്തം ചോരയായാലും ആരായാലും ശരി VS എപ്പോഴും അങ്ങനെ നിലപാടെടുത്ത ഒരാളാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം VS എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് മാറ്റി നിർത്താൻ നോക്കിയവർക്കൊക്കെ മുഖത്തടിച്ചു. കാര്യം VS നിർത്തി മാത്രമായിരുന്നു കേരളത്തിൽ ജയിക്കാൻ CPM സാധിച്ചിരുന്ന ഒരു ഘട്ടമുണ്ട്. രണ്ടാം പിണറായി സർക്കാർ വന്നതിന്റെ കഥയും കവിതയും ഒക്കെ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. അത് പോട്ടെ, അതിനു മുൻപും VS നിർത്തി തന്നെയാണ്. അത് കേരളത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയൊരു സമയം ഉണ്ടായിരുന്നു ശരത്ത്. അതായത് ഞാനൊക്കെ കേരള രാഷ്ട്രീയം പഠിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് VS നമ്മളുടെ അതേ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. അന്ന് VS അച്യുതാനന്ദൻ ഇപ്പൊ തോമസ് ഐസക് മത്സരിച്ചാൽ VS അച്യുതാനന്ദനും അതേ ഫ്ലെക്സിൽ അദ്ദേഹത്തിന് ഫോട്ടോ ഉണ്ടെങ്കിൽ തോമസ് ഐസക് ജയിക്കും. അതായത് ക്രൗഡ് പുള്ളർ അല്ല, സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നേതാവിനെ പോലെയല്ല നേതാവായിരുന്നു VS. ഇപ്പൊ VSനെ മുന്നിൽ നിർത്തി സത്യത്തിൽ എന്താ പറയുക CPMന്റെ PR ബാൻഡ് ആയിരുന്നു VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റാവില്ല. എന്നാണ് ഈ രാഹുൽ ഗാന്ധി, എനിക്ക് കേരളത്തിൽ ഏറ്റവും അധികം പ്രായമുള്ള മുഖ്യമന്ത്രിയായി VS വരുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും പ്രായമുള്ള ഒരാളെയാണോ വേണ്ടുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ UDF വോട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോഴാണ് VS തിരുമുമ്പിന്റെ കവിത തലനരയ്ക്കുവതല്ലെന്റെ വാർദ്ധക്യം എന്ന് പറയുന്ന ആ കവിതാഭാഗമൊക്കെ ചൊല്ലി പറയുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ടത് ഒരു കാര്യം, മികച്ച പ്രാസംഗികൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ നല്ല ഒരു ചായക്കടയിലേക്ക് നോക്കുന്ന പോലെയാണ് VSന്റെ പ്രസംഗത്തെ കാണുന്നത്. ചിലപ്പോൾ ആറ്റിക്കുറുക്കിയും ചിലപ്പോൾ കടുപ്പിച്ച ഭാഷയിലും ചിലപ്പോൾ ഇച്ചിരി മധുരം കൂട്ടിയും അതായത് എല്ലാം ഉള്ള ഒരു ഏറ്റയിറക്കങ്ങളൊക്കെ ഉള്ള ഒരു പ്രസംഗ രൂപം. ചില വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും, ചില വാക്കുകൾക്കൊരു നീട്ടമുണ്ടാകും. അങ്ങനെ സംസാരിക്കുന്ന ഒരു VS സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു സുകുമാര റെഡ്ഡിക്കോടിനൊക്കെ ശേഷം തൻ്റെതായ ഒരു പ്രാസംഗിക ശൈലി കൂടെ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ നേതാവ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലായി. അതായത് ഈ ഒരു പണ്ടത്തെ സമര രീതികൾ നമ്മൾ കണ്ടാണ്. എല്ലാം കണ്ടു പഠിച്ചാൽ കണ്ടു മറന്ന സാധനങ്ങൾ എല്ലാവരും പറയുന്ന ഒരേ വാക്യങ്ങൾ നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്. പ്രസംഗം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതുപോലെ പറയുമ്പോൾ അത് എത്ര അരോചകവും അതിൽ മുഷിപ്പുണ്ടാക്കുന്നതും ഉറക്കം വരുത്തുന്നതെന്ന് അറിയാം. അവിടെയാണ് സാധാരണ കയർ തൊഴിലാളികൾക്ക് വേണ്ടി അവരെ ഉത്തേജനം നൽകി അവർ കേട്ട് അവർക്കൊരു ആവേശം നൽകുന്ന രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് കൃഷ്ണപിള്ള സഖാവ് നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അങ്ങനെ ഒരു രീതിയിൽ ഒരു പാർട്ടി വളർത്തിയെടുക്കുന്നത്. അങ്ങനെയാണ് VS ഇതിനകത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെയാണ് എക്കാലത്തും നിറങ്ങുന്നത് അദ്ദേഹത്തെക്കാൾ. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നേരത്തെ പറഞ്ഞ അതിനെ കൊള്ളേണ്ടടുത്ത് കൊള്ളിച്ചും ചിരിപ്പിക്കേണ്ടടുത്ത് ചിരിപ്പിച്ചും നല്ല രീതിയിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് VS അവസാന സമയത്ത് പോലും നമുക്കറിയാം സ്വന്തം പാർട്ടിയിലുള്ള നമുക്കിപ്പോൾ കാണുന്ന പിണറായി വിജയനെ പോലും വേദിയിൽ ഇരുത്തി പറഞ്ഞ് വിയർപ്പ് വരുത്തുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ കേരള രാഷ്ട്രീയം ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അദ്ദേഹം അത്രയും നല്ലൊരു ജനകീയനായ ഒരു നേതാവായിരുന്നു. മാത്രമല്ല മനുജ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ആൾക്കും പ്രായം ഇല്ല അവിടെ. നമുക്കറിയാം ഇവിടെ കുട്ടികളായാലും നമുക്ക് മനസ്സിലാക്കണം, സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്ക് ഈ TP വിധവയായ രമയെ പിടിച്ചു നിർത്തി സംസാരിക്കുന്ന ആ ഒരു ദൃശ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ VSുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും പാർട്ടി എന്നാൽ VS ആവുകയും പാർട്ടി എന്നാൽ പാർട്ടി തിട്ടൂരങ്ങൾ മാത്രമല്ല അതിനൊക്കെ ഉപരിയായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ നേതാവെന്ന രീതിയിലേക്ക് ആകെ വളരുകയും പടർന്ന് പന്തലിക്കുകയും ചെയ്ത എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. അതിൽ വളരെ പ്രധാനിയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ നിലപാടുകളിലെ ചില സാമ്പത്തിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിനെതിരെ ബൂർഷകൾക്കെതിരെയൊക്കെ സംസാരിക്കുന്ന അദ്ദേഹത്തിന് അടിസ്ഥാന കമ്മ്യൂണിസ്റ്റ് തിയറിക്കൊക്കെ ഞാൻ വിരോധിയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി VS എന്ന് പറയുന്നത് ഒരു വലിയ പാഠപുസ്തകമാണ്. എന്താ പറയുക, VS എന്നുള്ളതൊരു വലിയൊരു മനുഷ്യയുഗത്തിൻ്റെ ഒറ്റപ്പേരാണെന്ന് പറയേണ്ടി വരും.